ഒറ്റവീൽ സൈക്കിളിൽ അത്ഭുതങ്ങൾ തീർത്ത് ലോകം ചുറ്റാനിറങ്ങിയ ഒരു യുവാവ് സാഹസികതയോടുള്ള കടുത്ത അഭിനിവേശവുമായി കണ്ണൂരിൽ നിന്നും നേപ്പാളിലേക്ക് ഒറ്റവീലിൽ യാത്ര തിരിച്ച് വിസ്മയമാവുകയാണ് 25-കാരനായ സനീദ്. കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഓൾ ഇന്ത്യ റൈഡിന് ശേഷമാണ് കണ്ണൂർ സ്വദേശിയായ സനീദിന്റെ നേപ്പാൾ യാത്ര. വലിയ വാഹനങ്ങളിൽ പോലും ദീർഘദൂര യാത്രകൾ ചെയ്യാൻ പലരും മടിക്കുമ്പോഴാണ് വെറും ഒറ്റ വീലിൽ ഈ മലയാളി യുവാവ് ഇന്ത്യയുടെ അതിരുകളും കടന്ന് മുന്നോട്ട് കുതിക്കുന്നത്. കണ്ണൂർ പരിപ്പായി സ്വദേശിയായ പുതിയപുരയിൽ സനീദാണ് ഈ സാഹസിക യാത്രികൻ. ആദ്യകാലങ്ങളിൽ ബൈക്ക് സ്റ്റണ്ടുകളോടായിരുന്നു താല്പര്യം. എന്നാൽ പൊതുനിരത്തുകളിൽ ബൈക്ക് സ്റ്റണ്ട് ചെയ്യുന്നത് നിയമവിരുദ്ധവും അപകടകരവുമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ സനീദ് റൈഡിങ്ങിനായി വേറിട്ട വഴി തെരഞ്ഞെടുത്തു. ബാലൻസ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒറ്റവീൽ സൈക്കിളുമായാണ് യാത്ര. ആക്ച്വലി എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഇങ്ങനെ പോകാന്നുള്ളത്, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം 2 വർഷമായി ഞാൻ ബ്രേക്ക് എടുത്തു. ബ്രേക്ക് എടുത്ത സമയത്താണ് എനിക്ക് വീണ്ടും ഒരു ആഗ്രഹം വന്നത്, എന്തുകൊണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് എനിക്ക് ഇങ്ങനെ കയറിക്കൂടാന്നുള്ളത്. ഇതിനു മുമ്പ് ആരും ചെയ്തില്ല. ഒരു ട്രൈ ആണ്, ഒരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ആണ്. ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റുമായിരിക്കാം, പറ്റാതിരിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. എന്തായാലും എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബാക്കിൽ ഇറങ്ങിയിട്ട് ഇപ്പം 5 days ആയി. എൻ്റെ നാട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, കണ്ണൂർ ശ്രീകണ്ഠപുരത്ത്. 2015 മുതലാണ് സനീദ് യാത്ര തുടങ്ങുന്നത്. ലോക്കൽ യാത്രകളിൽ നിന്ന് തുടങ്ങി പിന്നെ കേരളം മുഴുവൻ ചുറ്റി. അതിനുശേഷമാണ് കശ്മീർ ടു കന്യാകുമാരി യാത്ര പ്ലാൻ ചെയ്തത്. കണ്ണൂരിൽ നിന്ന് തുടങ്ങി പാലക്കാട് ധനുഷ്കോടി വഴി നേപ്പാളിൽ എത്തുകയാണ് ഈ 25-കാരന്റെ അടുത്ത ലക്ഷ്യം. വർഷങ്ങളായുള്ള കഠിനമായ പരിശീലനം തന്നെയാണ് സനീദിന്റെ കരുത്ത്. മലയും ചുരവും കയറിയുള്ള ഈ മലയാളി യുവാവിന്റെ നിശ്ചയദാർഢ്യത്തിന് വഴിനീളെ വലിയ പിന്തുണയും സ്നേഹവുമാണ് ലഭിക്കുന്നത്. ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് മാത്രമല്ല, പ്രതിസന്ധികളെ ബാലൻസ് ചെയ്ത് മുന്നേറാനുള്ള മനസ്സോടുകൂടിയാണ് സനീദ് തന്റെ ഒറ്റ വീലിൽ ചവിട്ടിക്കയറുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.